ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്നലെ കൊച്ചിയിൽ എത്തിച്ചേർന്ന ഫെഡോർ സെർണിച്ചിന്റെ ആദ്യ പ്രതികരണവും കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരമായ ഇഷാൻ പണ്ഡിതയുടെ പരിക്കിനെ കുറിച്ചും കൂടാതെ ഹോർമിപ്പാമിന്റെ ട്രാൻസ്ഫർ അപ്ഡേറ്റുമാണ്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ ഒരു വാർത്ത എന്നത് ഫെഡോർ സെർണിച്ചിന്റെ ആദ്യ പ്രതികരണം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഈ ഒരു 10ാം സീസണിൽ ലൂണക്ക് പകരമായി കൊണ്ട് ലിത്വാനിയൻ സൂപ്പർ താരമായ ഫെഡോർ സെർണിച്ച് എന്ന താരത്തെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. വിസയുടെ കുറച്ച് പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടായിരുന്നു താരത്തിന് പെട്ടെന്ന് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിനോടൊപ്പം ചേരാൻ സാധിക്കാതിരുന്നത്. പക്ഷേ ഇന്നലെ താരം കൊച്ചിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഒരു വമ്പൻ സ്വീകരണം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധക കൂട്ടായ്മയായ മന്നപ്പട താരത്തിന് നൽകിയിട്ടുണ്ടായിരുന്നതും. നിലവിൽ ഏതായാലും ഇപ്പോൾ താരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലേക്ക് വന്നതിന് ശേഷമുള്ള തന്റെ ആദ്യ പ്രതികരണം പങ്കുവെച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഫെഡോറിന്റെ വാക്കുകൾ ഇപ്രകാരം: ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ നൽകിയ ഇത്തരത്തിലുള്ള ഒരു സ്വീകരണം തന്നെ എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും അധികമൊന്നും വൈകാതെ നമുക്ക് നേരിൽ കാണാമെന്നും പറഞ്ഞുകൊണ്ടാണ് താരത്തിന്റെ വാക്കുകൾ അവസാനിപ്പിച്ചിട്ടുള്ളത്. വെറും 2 മാസത്തേക്ക് മാത്രമാണ് ഈ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ലിത്വാനിയയിൽ നിന്നും ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഏതായാലും ലൂണക്ക് ഒരൊറ്റ പ്രകടനം തന്നെ ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിൽ കാഴ്ചവെക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. കൂടാതെ ഇതിലും വലിയ ഒരു സ്വീകരണം താരത്തിന് നമുക്ക് കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഏതായാലും മന്നപ്പട ഫെഡോറി നൽകിയ ഈ ഒരു സ്വീകരണത്തെ തുടർന്നുള്ള താരത്തിന്റെ പ്രതികരണത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. അടുത്തൊരു വാർത്ത എന്നത് ഇഷാൻ പണ്ഡിതയുടെ പരിക്കിനോടനുബന്ധിച്ചുള്ളതാണ്. ഏതായാലും നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഇഷാൻ പണ്ഡിത ഒരു സീരിയസ് ഇഞ്ചറി ആണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാഷണൽ ക്യാമ്പിലായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരമായ ഇഷാൻ പണ്ഡിതയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പരിക്കിനെ തുടർന്നുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നടന്ന മത്സരത്തിലെ ഇന്ത്യയുടെ സ്ക്വാഡിൽ പോലും താരം ഇല്ലായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമായിരുന്നു സൂപ്പർ കപ്പിൽ നിന്നും പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്ന ക്വാമി പെപ്രക്ക് ISLലെ ഈ ഒരു സീസൺ മുഴുവൻ തന്നെ നഷ്ടമാവുമെന്ന വിവരം പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതേസമയം ക്വാമി പെപ്രക്ക് പകരമായി കൊണ്ട് ഇഷാൻ പണ്ഡിതക്ക് കളിക്കാനുള്ള ഒരു ചെറിയ ചാൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം താരത്തിന് ഈ ഒരു സീസണിൽ വലിയ ചാൻസുകളൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പെപ്ര ഔട്ട് ആവുകയാണെങ്കിൽ ഇഷാൻ പണ്ഡിതയെ ആ റോളിലേക്ക് ചിലപ്പോൾ കളിപ്പിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇഷാൻ പണ്ഡിത എന്ന ഈ ഒരു താരത്തെയും പരിക്ക് പിടികൂടിയിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി പെപ്രക്ക് പകരമായി കൊണ്ട് ഇപ്പോൾ ടീമിലേക്ക് എത്തിക്കാൻ വിചാരിക്കുന്ന ഒരു താരമാണ് ബ്ലാസ്റ്റേഴ്സ് മുൻപ് ലോൺ അടിസ്ഥാനത്തിൽ ഗോകുലം കേരളയിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്ന ജസ്റ്റിൻ ഇമാനുവൽ എന്ന താരം. ജസ്റ്റിൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ ഇതിനോടകം തന്നെ പ്രമുഖ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇനി നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിലെ മിന്നും താരമായ ഹോർമിപ്പാമിന്റെ ട്രാൻസ്ഫർ അപ്ഡേറ്റിലേക്ക് ഒന്ന് കടക്കാം. ഈ ഒരു 10ാം സീസണിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ വലിയ പ്രകടനം ഒന്നും കാഴ്ചവെക്കാൻ സാധിക്കാത്ത ഒരു താരമാണ് ഹോർമിപ്പാം. അതിന്റെ പ്രധാന കാരണം താരത്തിന് ഈ ഒരു ടീമിൽ ചാൻസ് ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്ന റിപ്പോർട്ടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹോർമിപ്പാം മോഹൻ ബഗാനിലേക്ക് ചേക്കേറാൻ സാധ്യത ഉണ്ട് എന്നായിരുന്നു. പക്ഷേ നിലവിൽ ഈ ഒരു സാധ്യതകളെല്ലാം പിന്തട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ISLലെ തന്നെ ക്ലബായ FC ഗോവ താരത്തെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. FC ഗോവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിരോധ താരമായിരുന്നു സന്ദേശ് ജിങ്കൻ. താരത്തിന് പരിക്ക് പറ്റി പുറത്തു പോയതോടുകൂടിയാണ് ഹോർമിപ്പാമിനെ സ്വന്തമാക്കാൻ നിലവിൽ FC ഗോവ ആഗ്രഹിക്കുന്നത്. ഇതുകൂടാതെ ഹോർമിപ്പാമിന് FC ഗോവ ഓഫർ നൽകിയിട്ടുണ്ട് എന്നും കൂടാതെ പ്ലേയിങ് ടൈം ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഹോർമിപ്പാമിന് പ്ലേയിങ് ടൈം ഓഫർ നൽകിയ ഈ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഹോർമി FC ഗോവയിലേക്ക് ചേക്കേറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഹോർമിപ്പാം ബ്ലാസ്റ്റേഴ്സ് വിടുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകൾ എത്രയും പെട്ടെന്ന് ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.